മൂന്നാറിൽ ഹൈക്കോടതിയുടെ താക്കീത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചേ പറ്റൂ എന്നാണ് ഹൈക്കോടതി നിലപാട്. ഇനിയും സമയം നൽകാനാകില്ല എന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ജനുവരിയിൽ ഉത്തരവിട്ടതാണ്. എന്തുണ്ടായെന്നും കോടതി ചോദിക്കുകയാണ്. ബിനിലുണ്ട്. ബിനിൽ, ഒരു അന്ത്യശാസ്ത്രം എന്നുള്ള രീതിയിൽ തന്നെയാണോ കോടതി ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഏതൊക്കെ ഈ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കേണ്ടി വരും? എന്തൊക്കെ കാര്യങ്ങൾ ബിനിൽ? പ്രജീഷ, ഇതിനൊരു അന്ത്യശാസന സ്വഭാവം തന്നെയുണ്ട്. കാരണം മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഏതാണ്ട് നിലച്ച മട്ടാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഉദ്യോഗസ്ഥർ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് യാതൊരുവിധ താല്പര്യവും കാണിക്കുന്നില്ല. കഴിഞ്ഞ 2 മാസമായിട്ട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ഹൈക്കോടതിയിലേക്ക് എത്തിക്കുന്നില്ല. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാസ് നേരിട്ട് കോടതിയിൽ ഹാജരായിരുന്നു. ഓൺലൈൻ വഴി അവർ ഹാജരായി വിശദീകരണം നൽകി. താൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ട് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യം അവർ സമ്മതിച്ചു. കയ്യേറ്റം ഒഴിപ്പിക്കാൻ സമയം വേണമെന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. പക്ഷേ അതിനോട് കോടതി യോജിച്ചിട്ടില്ല. നിങ്ങൾ ആദ്യം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൂ എന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. വൻകിട കയ്യേറ്റങ്ങൾ തന്നെയാണ് കോടതി ഉദ്ദേശിക്കുന്നത്. നിരവധി കയ്യേറ്റങ്ങൾ മൂന്നാർ മേഖലയിൽ ഉണ്ടെങ്കിലും അതിലേക്ക് തൊടാതെ ചിന്നക്കനാലിലെ ചില കയ്യേറ്റങ്ങളിലേക്ക് മാത്രം ഈ ദൗത്യ സംഘം ഒതുങ്ങിപ്പോയി എന്ന പരാതിയും കോടതിയുടെ മുന്നിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നത്. കാരണം രാഷ്ട്രീയ സ്വാധീനം ഈ കയ്യേറ്റക്കാർക്കെല്ലാം തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ദൗത്യം നിലയ്ക്കലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി വടിയെടുത്ത് തന്നെ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും നിലച്ച കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ വീണ്ടും തുടരേണ്ടി വരും. അത് ഇടുക്കിയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.